14 സെൻറ്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തുമുള്ള 2 പേപ്പർ എടുക്കുക. രണ്ടിലും 2 പിക്ചേഴ്സ് വരയ്ക്കുകയോ പെയിൻറ്റ് ചെയ്യുകയോ ചെയ്യുക. പിന്നെ രണ്ടിനും 2 കളറും എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം 2 പേപ്പറിലും ഓരോ സെൻറ്റിമീറ്റർ വീതം അളവ് വെച്ച് 14 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. 2 പേപ്പറും കൂടെ കൂട്ടി ടോട്ടൽ 24 പീസസ് നമുക്കുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു ബോണ്ട് പേപ്പർ എടുക്കുക. ആദ്യത്തെ പിക്ചറിൻ്റെ ആദ്യത്തെ പീസ്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പിക്ചറിൻ്റെ ആദ്യത്തെ പീസ്, അങ്ങനെ 24 പീസും ആ ഒരു ഓർഡറിൽ അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ പേപ്പർ ഫാൻ ഉണ്ടാക്കുമ്പോൾ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മടക്കണ പോലെ ഓരോ പീസിൻ്റെയും അളവ് കണക്കാക്കി പേപ്പർ ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് തിരിച്ചും മറിച്ചും മടക്കി കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് മടക്കി കഴിഞ്ഞതിന് ശേഷം പേപ്പർ ചെറുതായിട്ടൊന്ന് നിവർത്തുക. ഇങ്ങനെ നിവർത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ സ്പെഷ്യൽ എന്നല്ലേ. ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലെങ്കിലും പേപ്പർ ചെറുതായിട്ടൊന്ന് റൈറ്റ് സൈഡിലേക്ക് ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ഒട്ടിച്ച പിക്ചറും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ച പിക്ചറും കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? ഭയങ്കര സിമ്പിളല്ലേ? ഒരു 5 മിനിറ്റ് മതി കുഞ്ഞു പിള്ളേരെയും ഫ്രണ്ട്സിനെയും പറ്റിക്കാൻ പറ്റിയ ഈ ഒരു പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റും ക്രോഷ്യയും വീഡിയോസ് മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.